സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയുമായ ശ്രീ രാജീവ് ചന്ദ്രശേഖറാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ രാജീവ് ചന്ദ്രശേഖർ. നമസ്കാരം. ഇപ്പോൾ താങ്കൾ മലയാളിയാണ്, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ കേന്ദ്രമന്ത്രിയാണ്. പക്ഷേ ശരിക്കും ആരാണ് ഈ രാജീവ് ചന്ദ്രശേഖർ? അതൊരു വലിയൊരു അതൊരു ക്വസ്റ്റ്യൻ. എന്നോട് 2006 ഞാൻ രാജ്യസഭാ ഫോം കൊടുക്കാൻ പോകുമ്പോൾ ബാംഗ്ലൂരിലൊരു റിട്ടേണിംഗ് ഓഫീസർ അദ്ദേഹം ചോദിച്ചു, ഒരു കേർട്ടസി, നിങ്ങൾ എവിടുന്നാണ് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ഷോർട്ട് ആൻസറാണ് വേണ്ടത്, ലോങ് ആൻസറാണ് വേണ്ടത്. അപ്പോൾ അയാൾ പറഞ്ഞു, എല്ലാം ഒരു കംപ്ലീറ്റ് ആൻസർ തരൂ. അതൊരു കോംപ്ലിക്കേറ്റഡ് ആൻസറാണ്. ബിക്കോസ് മലയാളി ഫാമിലിയാണ്. എൻ്റെ അച്ഛൻ്റെ ഫാമിലി പാലക്കാട് അടുത്ത് കോട്ടായി എന്ന് പറഞ്ഞ ചെറിയ ഗ്രാമം. അമ്മേൻ്റെ ഫാമിലി തൃശ്ശൂരടുത്ത് കൊണ്ടയൂർ, ഭാരതപ്പുഴേൻ്റെ അടുത്ത്. ബട്ട് ഞാൻ എൻ്റെ ഗുജറാത്തിലാണ്, അഹമ്മദാബാദിൽ. അച്ഛൻ എയർഫോഴ്സ് ഓഫീസറായിരുന്നു. എന്നിട്ട് 12 കൊല്ലം എൻ്റെ സ്കൂളിങ് 11 വേറെ സിറ്റീസിലാണ്. അതെ. ബട്ട് ആദ്യത്തെ കിൻഡർ ഗാർഡനും ആദ്യത്തെ സ്റ്റാൻഡേർഡും ഞാൻ തൃശ്ശൂർ ബോർഡിംഗ് സ്കൂളിലായിരുന്നു. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് 4.5 years എന്നെ അഡ്മിറ്റ് ചെയ്തായിരുന്നു. മലയാളം അത്രയും അവിടെയാണ് ഞാൻ എഴുതാനും വായിക്കാനും പഠിച്ചത്. സെൻറ്റ് പോൾസ് ഹൈസ്കൂൾ കുറിയച്ചറ. ഞാനതൊരു 52 കൊല്ലം കഴിഞ്ഞിട്ടാണ് റീസെൻ്റ്ലി അങ്ങോട്ട് പോയത്. ഞാൻ അവിടെ ചെറിയൊരു കുഞ്ഞാവുമ്പോൾ അവിടെ എന്നെ നോക്കുന്ന അന്നൊരു അസിസ്റ്റൻസ് ഉണ്ടാവുന്നത്, അവരെല്ലാം എന്നെ വന്ന് കണ്ടു. എൻ്റെ പഴയ ഫോട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ 4.5 years old 5 years old ഫോട്ടോഗ്രാഫ്. അതൊരു നല്ലൊരു നോസ്റ്റാൾജിക് മെമ്മറിയാണ്. ബട്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇങ്ങനെയാണ്. ഞാനൊരു മലയാളിയാണ്. ബട്ട് എൻ്റെ ഒരു പ്രൈമറി ഐഡൻറ്റിറ്റി ഒരു ഇന്ത്യൻ്റെ ഐഡൻറ്റിറ്റിയാണ്. ഒരു വ്യോമസേന സൈനികൻ്റെ മകനായ അതാണ് പ്രൈമറി ഐഡൻറ്റിറ്റി. ഞങ്ങൾക്ക് പഠിച്ചത് എല്ലാം 12 കൊല്ലത്തിലൊരു 11 കേന്ദ്ര വിദ്യാലയ, എല്ലായിടത്തും നോർത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ്, സൗത്ത് എല്ലായിടത്തും പഠിപ്പിച്ചിട്ടായിരുന്നു. അല്ല, എക്സ്ട്രാ കരിക്കുലർ ആയിരുന്നില്ല. ഞാനൊരു കുറച്ചൊരു സ്റ്റുഡിയസ് ടൈപ്പ് ആയിരുന്നു. ഒരു റീഡറും, ഭയങ്കര വൊറേഷ്യസ് റീഡറും. എൻ്റെ 4ാം സ്റ്റാൻഡേർഡ് എത്തുമ്പോഴേക്കും എൻ്റെ അടുത്തൊരു ബുക്ക് കളക്ഷൻ ഉണ്ടായിരുന്നു. 400 ബുക്ക് 500 ബുക്കിൻ്റെ കളക്ഷൻ. അങ്ങനെ ഞാനൊരു റീഡറായിരുന്നു. കുറച്ച് ഇംഗ്ലീഷിൽ പറഞ്ഞില്ലേ, കുറച്ചൊരു നേർഡ് എന്ന് പറഞ്ഞാൽ അതായിരുന്നു എൻ്റെ ഒരു പ്രൈമറി ഐഡൻറ്റിറ്റി. 3ാം സ്റ്റാൻഡ് തന്നെ ഒരു വലിയ ഗ്ലാസ് ഇട്ടിട്ട് ഇങ്ങനെ. എൻ്റെ ഒരു ഏറ്റവും വലിയൊരു കരിയർ ഡ്രീമായിരുന്നു എയർഫോഴ്സ് ജോയിൻ ചെയ്യാൻ, പൈലറ്റ് ആവാൻ. അതെ. ബട്ട് ആ കണ്ണാടേൻ്റെ കാരണം അത് വെരി ക്ലിയർ ആയി. ഒരു 5ാം സ്റ്റാൻഡേർഡ് 6th സ്റ്റാൻഡേർഡിൽ അതൊന്നും പോകുന്ന സാധനം അല്ല എന്ന് അത് ക്ലിയർ ആയിട്ട് മനസ്സിലായി. പിന്നീട് പലപ്പോഴും വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ പൈലറ്റിന്റെ പോയി നോക്കിയിട്ടുണ്ട്. അതെ. ഞാനൊരു ഏവിയേറ്റർ ആവണമെന്ന് എനിക്കൊരു ഇത് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ 2011 12 ഞാൻ MPL അങ്ങ് ആയിക്കഴിഞ്ഞ് ഞാൻ ഏവിയേഷൻ പഠിച്ചു. UK പോയിട്ട് ബിഗിൻ ഹിൽ എന്ന് പറഞ്ഞൊരു വലിയൊരു ഫ്ലൈയിങ് ട്രെയിനിങ് സ്കൂളുണ്ട്. അത് World War II ഭയങ്കര ഒരു ലെജൻഡറി സ്ഥലമാണ്. എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു, അവിടെ പോയി പഠിക്കണം. എന്നിട്ട് അവിടെ പോയി ഞാൻ ഫ്ലൈയിങ് പഠിച്ചു. എന്നിട്ട് ഞാനൊരു ഏവിയേറ്ററാണ് ഇപ്പോൾ. ശരി. ആ ഒരു സ്വപ്നവും അതെ, ശരിയാ. ശരിക്കും സ്കൂൾ ഡേയ്സ് കഴിഞ്ഞിട്ട് പിന്നെ കോളേജസ് എവിടെ ആയിരുന്നു? കോളേജ് ഞാൻ സ്കൂൾ 11th and 12th ഇവിടെ കോളേജാണ്. അവിടെ ഞാൻ കേന്ദ്ര വിദ്യാലയ ഡൽഹിൻ്റെ തൊട്ടടുത്തൊരു എയർഫോഴ്സ് സ്റ്റേഷൻ ഹിൻഡൻ എന്ന് പറയും. അതാണ് ഡൽഹിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു എയർഫോഴ്സ് സ്റ്റേഷൻ. അതിൻ്റെ കമാൻഡർ എൻ്റെ അച്ഛനായിരുന്നു. അവിടെ ഞാൻ 11th 12th ഗ്രാജുവേറ്റ് ആയി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇമ്മീഡിയറ്റ്ലി മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, എനിക്ക് മെഡിസിനിൽ അഡ്മിഷൻ കിട്ടി, എഞ്ചിനീയറിംഗിൽ കിട്ടി. എന്നിട്ട് ഞാൻ ചൂസ് ചെയ്തത് എഞ്ചിനീയറിംഗ് ആണ്. എന്തുകൊണ്ട് മെഡിസിൻ ചൂസ് ചെയ്തില്ല? അത് ഒരു എനിക്കിപ്പോഴും അത് ആൻസർ ഞാൻ എന്നെ സെൽഫ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. എന്തിനാണ് അത്? കിങ് ജോർജ് മെഡിക്കൽ കോളേജ് ആയിരുന്നു, ലക്നൗ. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ അത് മെഡിസിൻ പെർസ്യൂ ചെയ്തില്ല എന്ന് എനിക്ക് ഇപ്പോഴും ഒരു ക്ലിയർ ആൻസർ ഇല്ല. എന്തോ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഞാൻ എഞ്ചിനീയറിംഗ് പോയി. മണിപ്പാൽ അവിടെ എത്തി. പിന്നെ അന്ന് ഡൽഹിയിൽ നിന്ന് മണിപ്പാൽ പോകാൻ ജയന്തി ജനത എക്സ്പ്രസ് ആയിരുന്നു, ഒരു ട്രെയിനായിരുന്നു. 3 ദിവസം ഡൽഹിയിൽ നിന്ന് വിട്ട് എല്ലാവരും ഒരു 2nd class ബോഗിയിലിരുന്ന് 3 ദിവസത്തെ ട്രെയിൻ ജേർണി കഴിഞ്ഞിട്ട് മാംഗ്ലൂർ എത്തി. അവിടുന്ന് മാംഗ്ലൂരിൽ നിന്ന് ബസ് എടുത്തിട്ട് മണിപ്പാലിൽ പോവാം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്.
അപ്പോൾ അവിടെ എത്തി എഞ്ചിനീയറിംഗ് തുടങ്ങി. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഞാൻ ചെയ്തത്. എഞ്ചിനീയറിംഗിന് പോയത് പക്ഷേ എനിക്ക് തോന്നുന്നു പിൽക്കാലത്ത് വലിയ രീതിയിൽ ഗുണം ചെയ്തെന്ന് തോന്നുന്നു അല്ലേ? അതെ, എഞ്ചിനീയറിംഗിന് പോയത് ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആവാനാണ്. എന്നിട്ട് ഒരു 3rd ഇയറിൽ ഇതെല്ലാം ഒരു ഫേറ്റാണ് എൻ്റെ ലൈഫിൽ. ആ ഫേറ്റ് എന്ന് പറഞ്ഞ സാധനം വളരെ ഒരു റിപ്പീറ്റഡ് അതിൻ്റെ ഒരു പ്രസൻസ് കാണും. ആ 3rd ഇയറിൽ മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസിൽ ഒരു ബൈ ഫ്ലൂക്ക് അവരൊരു കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്തു. അന്നത്തെ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ എയർ കണ്ടീഷൻ റൂം, അതിൽ AC, അത് ഉപയോഗിക്കാൻ ഒരു രജിസ്റ്റർ, എല്ലാവർക്കും അരമണിക്കൂർ കിട്ടും. ആ ഒരു കമ്പ്യൂട്ടർ വന്ന് അത് കണ്ടപ്പോൾ അത് എനിക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ അന്ന് തൊട്ട് ഐ ഗോട്ട് എഡിക്റ്റഡ് ടു കമ്പ്യൂട്ടർ. ആ 3rd 4th ഇയർ കഴിഞ്ഞിട്ട് എനിക്ക് ക്ലിയറായി എൻ്റെ ഫ്യൂച്ചർ ഈ കമ്പ്യൂട്ടർ മേഖലയിലായിരിക്കും. ഈ കമ്പ്യൂട്ടർ സയൻസിൽ ഭയങ്കര രുചിയുണ്ട്, എനിക്ക് എന്തെങ്കിലും കമ്പ്യൂട്ടർ ഏരിയയിൽ ചെയ്യണം എന്നൊരു എനിക്ക് ഒരു ക്ലിയർ ഡയറക്ഷൻ കിട്ടി, ഒരു ലൈഫിനൊരു മീനിങ് കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കമ്പ്യൂട്ടർ ഏരിയയിൽ ഫോക്കസ് ചെയ്തു. അതായത് ഇവിടുത്തെ മണിപ്പാലിലെ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ഒരു ചെറിയൊരു കമ്പനി ജോയിൻ ചെയ്തു. ഡൽഹിയിൽ കമ്പ്യൂട്ടർ കമ്പനി ആയിരുന്നു. ആക്ച്വലി ഞാൻ ജോയിൻ ചെയ്തത് മണിപ്പാൽ വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ജോയിൻ ചെയ്തത് വെസ്റ്റേൺ ക്രോംപ്ടൺ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു. അവർ കമ്പ്യൂട്ടർ ഡിവിഷൻ തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ ഹയർ ചെയ്തു. എന്നിട്ട് ഞാൻ അത് ജോയിൻ ചെയ്ത ഉടനെ അവർ ആ കമ്പ്യൂട്ടർ ഡിവിഷൻ തുടർത്തി അടച്ചു. ഒരു ദിവസം മോർണിംഗിൽ അവർ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു ഇല്ല ഞങ്ങൾ ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ആ സിറ്റുവേഷനിൽ ഞാൻ ഡൽഹി പോയിട്ട് അവിടെ ചെറിയൊരു കമ്പനി ഉണ്ടായിരുന്നു, കമ്പ്യൂട്ടർ കമ്പനി, എൻ്റെ സോഫ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ പണിയെടുക്കുന്നത്. അപ്പം അവിടെ വരാൻ ഇൻവൈറ്റ് ചെയ്തു. ഞാൻ പോയി. അവിടെ ഒരു 6-8 മാസം ഞാൻ കമ്പനിയിൽ പണിയെടുത്തു. സോഫ്റ്റ് ടെക് പ്രൈവറ്റ് ലിമിറ്റഡ്. അതൊരു ക്ലാസിക് ഒരു ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ ഒരു ഷോപ്പിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു റൂമിലൊരു കമ്പനിയായിരുന്നു. നല്ല കമ്പനിയായിരുന്നു. ബട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫ്യൂച്ചർ ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ ടു ഇറ്റ്. ബട്ട് അവിടുന്ന് ഞാൻ ഒരു ദിവസം വിചാരിച്ചു ഇല്ല എനിക്ക് കുറച്ചും കൂടി കമ്പ്യൂട്ടർ പഠിക്കണം, പുറത്ത് പോകണം. അതിൻ്റെ ഞാൻ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു എൻ്റെ സേവിങ്സ് എല്ലാം അന്ന് അച്ഛൻ്റെ എൻറ്റയർ പ്രോവിഡൻറ്റ് ഫണ്ടും സേവിങ്സ് എല്ലാം എടുത്ത് നോക്കിയപ്പോൾ 8 ലക്ഷം റുപ്യ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്നു. എല്ലാം എണ്ണി. ഏക മകനാണ്. എൻ്റെ ഒരു സിസ്റ്ററുണ്ട്. ബട്ട് എൻ്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞു സാരില്ല ഞാൻ എല്ലാ കാശും തരാം, അങ്ങോട്ട് പൊക്കോളൂ. ബിക്കോസ് ഞാൻ എൻ്റെ അഡ്മിഷൻ എല്ലാം കുറച്ച് ലേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത്. ഞാനിപ്പോൾ ഇവിടെ പണിയെടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ സ്കോളർഷിപ്പ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ പോയി കഴിഞ്ഞിട്ട് അവിടെ പോയപ്പോൾ എനിക്ക് ടീച്ചിങ് അസിസ്റ്റൻഷിപ്പ് കിട്ടി യു എസിൽ ഇല്ലിനോയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഷിക്കാഗോ. അവിടെ പോയി കമ്പ്യൂട്ടർ സയൻസ് മാസ്റ്റർ ഓഫ് സയൻസ് ചെയ്തു. അവിടെ തന്നെ പിന്നെ ജോലിയിലേക്ക് അവിടുന്ന് തന്നെ ജോലിക്ക് എനിക്ക് വലിയ ഓഫേഴ്സ് എല്ലാം കിട്ടി. മൈക്രോസോഫ്റ്റിലും കിട്ടി, ഇന്റലിലും കിട്ടി. പക്ഷേ മൈക്രോസോഫ്റ്റ് ഉപേക്ഷിച്ചിട്ട് ഇന്റലിലേക്ക് അതും ഒരു ഫേറ്റിന്റെ ഇഷ്യൂ ആണ്. ബിക്കോസ് മൈക്രോസോഫ്റ്റ് വലിയൊരു സാലറി ഓഫർ ചെയ്തില്ല. സാലറിയും ഓഫർ ചെയ്തു. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു, കമ്പ്യൂട്ടർ സയൻസ് മേജർ ആയിരുന്നു. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ കരിയർ പാത്ത് ആ വഴിയായിരുന്നു. മൈക്രോസോഫ്റ്റ് ഒരു സോഫ്റ്റ്വെയർ കമ്പനി ആയിരുന്നല്ലോ. അവരൊരു ഓഫർ തന്നു. ഞാൻ അവർ ജോയിൻ ചെയ്യാനെല്ലാം പാക്ക് ചെയ്ത് റെഡി ആയിരുന്നു മൂവ് ചെയ്യാൻ ഷിക്കാഗോ ടു റെഡ്മണ്ട് വാഷിങ്ടൺ. അപ്പോഴാണ് എൻ്റെ ഒരു വിൻ ധാം എന്ന് പറഞ്ഞൊരു വലിയൊരു ലെജൻഡറി ഫിഗറാണ് സെമി കണ്ടക്ടർ ലോകത്തിൽ. അദ്ദേഹം വിളിച്ചു. അദ്ദേഹം എന്നെപ്പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഫാമിലി മെമ്പർ എയർഫോഴ്സിലായിരുന്നു, അച്ഛൻ്റെ ഫ്രണ്ടായിരുന്നു. ഇല്ലല്ല അങ്ങോട്ട് പോകണ്ട, ഞങ്ങൾ ഇന്ത്യയിലാണ്. ഇന്റൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ ഞങ്ങളൊരു ഹാർഡ്വെയർ സിസ്റ്റംസ് കമ്പനിയാണ്. ബട്ട് ഞങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ ആയിട്ട് ഒരു പുതിയ 2-3 ആൾക്കാർ ഞങ്ങൾ ഹയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്നെ വിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു ഇൻക്ലൈൻഡ് ആയിരുന്നില്ല അങ്ങോട്ട് പോകാൻ. അപ്പോൾ അദ്ദേഹം ഒരു 3-4 പ്രാവശ്യം വിളിച്ച് ഇന്നും എനിക്ക് ഐ റെസ്പെക്റ്റ് ഹിം എ ലോട്ട്. 3-4 പ്രാവശ്യം വിളിച്ച് എന്നെ അങ്ങോട്ട് ഒരു ടിക്കറ്റ് അങ്ങ് അയച്ചു ഇന്റലിൽ വന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ. ഫ്രീ ഓഫ് കോസ്റ്റ്, യു കം, ഞങ്ങളുടെ കോസ്റ്റിൽ ഞങ്ങൾ ഫ്ലൈ ചെയ്യും. അവിടെ പോയി ഈ ഇന്റലിൻ്റെ ഫൗണ്ടേഴ്സിനെല്ലാം മീറ്റ് ചെയ്യാൻ ഒരു ഒക്കേഷൻ കിട്ടി. എന്നിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ ശരി കാലിഫോർണിയയിൽ പോകും.
പിന്നെ അതൊരു സിലിക്കൺ വാലിയിലായിരുന്നല്ലോ അന്ന്. അതൊരു വലിയൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിരുന്നു. അവിടെ വലിയ നല്ല ഉത്തരവാദിത്വം അവിടെ കിട്ടി. അതെ, ഇന്ത്യയിലല്ലേ? അതെ. ഞാൻ ജോയിൻ ചെയ്തത് അന്നെല്ലാം ഒരു 486 ചിപ്പ് 80486 ചിപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഡിസൈൻ വെരിഫിക്കേഷൻ ടീമിൽ ഡിസൈൻ എഞ്ചിനീയർ ജോയിൻ ചെയ്തു. വേഗം സീനിയർ ഡിസൈൻ എഞ്ചിനീയറായി. എന്നിട്ട് പെട്ടെന്ന് എന്നെ CPU ആർക്കിടെക്റ്റ് ആക്കി. ഒരു പുതിയൊരു ചിപ്പ് പെൻഡിയം, ഒരു നെക്സ്റ്റ് ജനറേഷൻ ചിപ്പിൻ്റെ CPU ആർക്കിടെക്റ്റ് ആക്കി. എന്നിട്ട് അവിടെ ആയിരുന്നു ഞാൻ ടിൽ 91 ആൻഡ് ദെൻ ഇങ്ങോട്ട് മടങ്ങി വന്നു. ശരിക്കും ഞാൻ ആരാണ് ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് ചോദിച്ചതിൻ്റെ ഇതൊന്നും അധികം ആൾക്കാർക്ക് അറിയില്ല. ഇത്രയും വലിയൊരു ടെക്നോക്രാറ്റ് എന്ന്, അല്ലെങ്കിൽ വളരെ ഈ ടെക്നോളജി മേഖലയിൽ വലിയൊരു എക്സ്പീരിയൻസ് എന്നാണ് താങ്കൾ ഇന്ത്യയിലേക്ക് വരുന്നത്. എൻ്റെ ലൈഫിൽ അങ്ങനെയാണ്. ഞാൻ മൊബൈൽ തുടങ്ങിയപ്പോൾ എന്നെ സിലിക്കൺ വാലിൻ്റെ എക്സ്പീരിയൻസ് എല്ലാവരും മറന്നു. മൊബൈൽ വിട്ട് രാഷ്ട്രീയത്തിൽ ജോയിൻ ചെയ്തപ്പോൾ അതെല്ലാം മറന്നു. ഇതെല്ലാം വിട്ട് ഇന്ത്യയിലേക്ക് വരാനുള്ള ഒരു കോൾ ഇവിടെ നിന്നായിരുന്നു. അതൊരു റിയലി ഒരു ഫേറ്റ് ആയിരുന്നു. ഞാൻ വന്നത് എൻ്റെ വൈഫിന് കല്യാണം കഴിച്ച് ഇവിടെ ഫാമിലിൻ്റെ കൂടെ ഒരു 5-6 മാസം ഇരുന്ന്, ബിക്കോസ് ഞാൻ ഭയങ്കര വർക്കഹോളിക് ആയിരുന്നു. അന്ന് വൈഫിനെയൊക്കെ അവിടെ US-ൽ വൈഫ് അവിടെ ബോസ്റ്റണിൽ മീറ്റ് ചെയ്തു. വൈഫ് അവിടെ വർക്ക് ചെയ്തിരുന്നത് അല്ല, വൈഫ് പഠിക്കുമായിരുന്നു, MBA ചെയ്യായിരുന്നു. അപ്പോൾ അവിടെ മീറ്റ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ഡിസൈഡ് ചെയ്തു കല്യാണം കഴിക്കാൻ. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനൊരു 3-4 മാസം വെക്കേഷൻ എടുത്തിട്ട് ഞങ്ങളൊരു കോൺസെപ്റ്റ് ഉണ്ട്, സബാറ്റിക്കൽ. സബാറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു 5-6 കൊല്ലം പണിയെടുത്ത ഒരു പെയ്ഡ് വെക്കേഷൻ മാതിരി, പെയ്ഡ് ബ്രേക്ക് മാതിരി കിട്ടും. അപ്പോൾ ഞാൻ സബാറ്റിക്കൽ എടുത്ത് ഇവിടെ വന്നപ്പോഴാണ് ആദ്യത്തെ പ്രാവശ്യം രാജേഷ് പൈലറ്റ് എന്ന് പറഞ്ഞ എൻ്റെ ഫാദറിന് സ്റ്റുഡൻറ് ഉണ്ടായിരുന്നു എയർഫോഴ്സിൽ, മന്ത്രിയായി. അദ്ദേഹത്തിന് മീറ്റ് ചെയ്തു. അദ്ദേഹം ഒരു വലിയൊരു കെറിസ്മാറ്റിക്, ഒരു ഡൈനമിക് ലീഡറായിരുന്നു. ആൻഡ് എന്നെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്തിനാ US-ലെല്ലാം ടൈം വേസ്റ്റ് ചെയ്യുന്നത്, ഇന്ത്യയിൽ വരൂ, എന്തെങ്കിലും ചെയ്യൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല എൻ്റെ ഏരിയയിൽ ഇവിടെ ഒന്നുമില്ല, സെമി കണ്ടക്ടറിൽ ഇവിടെ ഇന്ത്യയിലൊന്നുമില്ല. അല്ലല്ല, ഞങ്ങൾ സെല്ലുലർ എന്ന് പറഞ്ഞ സാധനം തുറക്കാൻ പോകുന്നുണ്ട്, അത് ഒന്ന് നോക്കൂ. ഞാൻ പറഞ്ഞില്ല, ഇതിൽ എനിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല, ടെലികോമിൽ ഒരു രുചിയില്ല, എനിക്കില്ല എന്നിട്ട് പറഞ്ഞു വിട്ടുപോയി. എന്നിട്ട് ഈ കഥ ഞാൻ 2-3 ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഗുരുവായൂരായിരുന്നു ഒരു 1-2 മാസം അത് കഴിഞ്ഞിട്ട്. എന്നിട്ട് അവിടുന്ന് എൻ്റെ ഈ ഗ്രീൻ കാർഡ്, ഞാൻ ഗ്രീൻ കാർഡ് ഹോൾഡർ ആയിരുന്നല്ലോ, ആ ഗ്രീൻ കാർഡിനെ റിന്യൂ ചെയ്യാൻ ഒരു ഇൻ്റർവ്യൂ ടൈം ഫിക്സ് ചെയ്യാൻ ഞാൻ ഗുരുവായൂരിന്നൊരു കോൾ ബുക്ക് ചെയ്തു ഡൽഹിയിലേക്ക്. ആ എക്സ്പീരിയൻസ് ഒരു 2-3 മണിക്കൂറിൻ്റെ എക്സ്പീരിയൻസ് ആണ് എൻ്റെ നെക്സ്റ്റ് ഫേസ് ഓഫ് ലൈഫ്. ബുക്ക് ചെയ്താൽ കിട്ടാൻ താമസിക്കും. അതെ, അത് എനിക്ക് ഇപ്പോഴും അത് ആ ഒരു വനമാല എന്ന് പറഞ്ഞൊരു ഇന്നോ എന്തോ ആയിരുന്നു ഗുരുവായൂർ. അതിൻ്റെ റിസപ്ഷനിൽ നിന്ന് ട്രങ്ക് കോൾ എന്ന് പറഞ്ഞ സാധനമായിരുന്നു. അവർ ട്രങ്ക് കോൾ ബുക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ ഗുരുവായൂർ 864 നമ്പർ ടു ഡൽഹി 31256 നമ്പർ എന്ന് പറഞ്ഞിട്ട് ട്രങ്ക് കോൾ. അല്ല, അത് ഒരു 3 മണിക്കൂർ എടുക്കും. അല്ല, അർജൻറ്റ് ട്രങ്ക് കോൾ ചെയ്താൽ 2 മണിക്കൂർ എടുക്കും. പിന്നെ ലൈറ്റ്നിങ് ട്രങ്ക് കോൾ ചെയ്താൽ ഒരു 8 ടൈം കോസ്റ്റും ഉണ്ടാവും, അത് വേഗം ചെയ്യാൻ പറ്റും. അത് റെയിനി സീസൺ ആയിരുന്നു. അത് കോള് സെറ്റപ്പ് ചെയ്തപ്പോൾ എനിക്ക് ഞാൻ ഇങ്ങനെ ഇവിടുന്ന് ലൗഡ്ലി എൻ്റെ അപ്പോയിൻമെൻറ്റ് ഇൻ്റർവ്യൂ ആ സൈഡിൽ നിന്ന് അവരെന്തെല്ലാം പറയുന്നു. അന്നാണ് എനിക്കിത് മനസ്സിലായത്, ഇന്ത്യയിൽ ടെലിഫോണിൽ ഭയങ്കര ഒരു പ്രോബ്ലം ഉണ്ട്. ഇവിടെ ചെയ്യാൻ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടാതെ നമുക്ക് ട്രൈ ചെയ്യണം. അപ്പം അന്നെല്ലാം ഞാൻ ഒരു ചിന്ത വന്നപ്പോൾ, അതെ, അന്ന് എൻ്റെ ഏജ് എല്ലാം 26 ഇയേഴ്സ് 27 ഇയേഴ്സ്. അപ്പോൾ ആ ഏജിൽ എന്തും ചെയ്യാന്നൊരു ഇതല്ലേ, ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. 30 ഇയേഴ്സ് ഓൾഡ്. അപ്പോൾ 27 അത് എന്തും ഫീലിംഗ് ഒരു ഇൻവിൻസിബിലിറ്റി അല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ശരി, ഞാൻ ഒരു 1 ഇയർ ലീവ് ഓഫ് ആബ്സെൻസ് എടുത്തിട്ട് ഇത് ട്രൈ ചെയ്യാൻ പോവാണ്, ഞാൻ ബിഡ് ചെയ്യാൻ പോവാണ്. അതാണ് നെക്സ്റ്റ് ചാപ്റ്റർ. BPL മൊബൈലിൻ്റെ ഒരു ചാപ്റ്റർ. ഇന്ത്യയിൽ ആദ്യത്തെ മൊബൈൽ സെല്ലർ കമ്പനി, കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഫസ്റ്റ് മൊബൈൽ സർവീസ് കമ്പനി. എനിക്ക് തോന്നുന്നു മലയാളി എന്നുള്ള നിലയിൽ താങ്കൾ ദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ ആദ്യം അറിയപ്പെടുന്ന അതിലൂടെയാണ്. അതെ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, 96-97 ഇവിടെ തിരുവനന്തപുരത്തും ചന്ദ്രശേഖർ സ്റ്റേഡിയമിൽ ഞങ്ങൾ ലോഞ്ച് ചെയ്തു. ആ ലോഞ്ചിന് അമിതാഭ് ബച്ചൻ വന്നു. പിന്നെ അതിന്റെ അമിതാഭ് ബച്ചനെ വിളിക്കാൻ പ്രത്യേകിച്ച് കാര്യമുണ്ടോ? ഇല്ല, അത് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല എന്തിനാ വന്ന്, എങ്ങനെയാ വന്ന്. അമിതാഭ് ബച്ചൻ അന്നല്ല കുറച്ചൊരു വലിയ പേഴ്സണാലിറ്റി ആയിരുന്നു. അദ്ദേഹം ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിരുന്നു, ABCL കമ്പനി.
അതുകൊണ്ട് ഒരു അസോസിയേഷൻ ഉണ്ടായിരുന്നു, നല്ല അഡ്വർടൈസ്മെൻ്റ് എല്ലാം ചെയ്തു. അന്ന് രാജേഷ് പൈലറ്റിൻ്റെ ഏതെങ്കിലും ഹെൽപ്പ് കിട്ടിയോ? ഇല്ല, രാജേഷ് പൈലറ്റ് അത് കഴിഞ്ഞിട്ട് ആ ടെലികോം മിനിസ്ട്രി എല്ലാം വിട്ടിട്ട് വേറെ എന്തെല്ലാം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് ആ സമയത്താണ് സുക്രാം എന്ന് പറയുന്ന സാധനം മിനിസ്റ്റർ ആയത്. വിവാദ പുരുഷൻ. വിവാദ പുരുഷൻ. അതെ, ശരിയാ. അപ്പോൾ അയാൾ എന്നെ ഭയങ്കര ട്രബിളെല്ലാം ചെയ്തു. ഞാൻ കുറച്ചൊരു നൈവു ആയിരുന്നു. അയാൾക്ക് എൻ്റെ ഫയല് ഒരു 3 മാസം 2 മാസം അപ്രൂവ് ചെയ്തില്ല. കൈക്കൂലി ചോദിച്ചു. എന്നിട്ട് അല്ല, കൈക്കൂലിയും ചോദിക്കുന്നത് അയാൾ ചോദിച്ചത് ഒരു വലിയ റൗണ്ട് അബൌട്ട് മാനറിലാണ്. ഞാൻ 2-3 പ്രാവശ്യം എന്നെ വീട്ടിൽ വിളിച്ചു. ഞാൻ പ്രസൻറ്റേഷൻ കൊടുക്കുന്നു. ഞാൻ വീട് വിട്ടിട്ട് ഫോണിൽ എൻ്റെ വൈഫിനെ വിളിച്ച് പറയുന്നു, നോക്കൂ എന്നെ മിനിസ്റ്റർ വിളിച്ചു, ഞാൻ ഇങ്ങനെ വലിയ ആളായി. മിനിസ്റ്റർ വീട്ടിൽ വിളിച്ചിട്ട് എന്നെ ഞാൻ പ്രസൻറ്റേഷൻ. അപ്പോൾ ഇതെല്ലാം കുറച്ചൊരു നൈവായിരുന്നല്ലോ. ഞാൻ പറഞ്ഞ മാതിരി ഞാൻ ഒരു 30 years ഓൾഡ് ഇന്ത്യൻ സിസ്റ്റമിൽ എങ്ങനെ നടക്കുന്നു അതൊന്നും അറിയാത്ത ഒരാൾ സിലിക്കൺ വാലിയിൽ നിന്ന് പാരഷൂട്ട് ചെയ്തിട്ട് പൊളിറ്റീഷ്യൻസിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയാം. ഇന്ത്യൻ പൊളിറ്റീഷ്യൻസ്. ഞാൻ ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഇന്ത്യൻ പൊളിറ്റീഷ്യൻ രാജേഷ് പൈലറ്റ് ആയിരുന്നു. അദ്ദേഹം ഒരു വലിയൊരു മാൻ ഓഫ് പ്രിൻസിപ്പിൾ, സ്ട്രേറ്റ് ഫോർവേഡ് ആളായിരുന്നു. ഇയാളിങ്ങനെ ഓരോന്നിങ്ങനെ. എന്നിട്ട് 3ാമത്തെ പ്രാവശ്യം അയാൾ എന്നോട് പറഞ്ഞു ഹിന്ദിയിൽ, നിങ്ങളെ വീട്ടിൽ ആരെയും കുറച്ചൊരു ഓൾഡർ ആരും ഇല്ലേ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ? അപ്പോൾ അല്ല, ഞാൻ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ വെറുതെ ഒരു പ്രസന്റേഷൻ തരുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ വിളിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ആരും ഇല്ല. ബട്ട് എൻ്റെ ഒരു വൈഫിൻ്റെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു ഡൽഹിയിൽ. അപ്പോൾ അദ്ദേഹത്തിന് അയച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല, ബിക്കോസ് ഞങ്ങൾ ജോയിൻറ്റ് വെഞ്ചർ ആയിരുന്നു, ഫ്രഞ്ച് കമ്പനി ആയിരുന്നു. ആൾക്ക് കാശ് വേണമെന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, അതും വിട്ടു. അപ്പോൾ എൻ്റെ ആ ലോഞ്ചിനെ അയാൾ അപ്രൂവ് ചെയ്തില്ല. August 15 റെഡി ലോഞ്ച്. ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് October 2 വരെയാണ്. ഓഗസ്റ്റ് സെപ്റ്റംബർ 2 മാസം വെയിറ്റ് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഹി കുഡ് നോട്ട് ഹോൾഡ് ഇറ്റ് ബാക്ക്, ബിക്കോസ് വേറെ മറ്റേ ആൾക്കാർക്കെല്ലാം അപ്രൂവ് ചെയ്ത് കൊടുത്താൽ ഇതെങ്ങനെ വെയിറ്റ് ഹോൾഡപ്പ് ചെയ്യുന്നത് നിർബന്ധിതനായി. അത് BPL TV എൻ്റെ ഫാദറിൻലോന്റെ കമ്പനിയായിരുന്നു. ഇതിൽ താങ്കൾ ചേർന്നിരുന്നു? ഇല്ല, അത് അതിൽ എനിക്ക് അങ്ങനെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നില്ല. ഞാൻ തുടങ്ങി, അദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി തുടങ്ങിയത് പേജിങ്. ഇവിടെ എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ വന്ന് തുടങ്ങി പേജിങ്. അന്നെല്ലാം ഇതിൻ്റെ എസംഷൻ എന്താണെന്ന് വെച്ചാൽ ലോ എൻഡിലും അഫോർഡബിൾ പേജസ് ആണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. ഇത് സെല്ലുലർ 18 രൂപയും 14 രൂപയും പെർ മിനിറ്റും 8 രൂപ പെർ മിനിറ്റും. അതുകൊണ്ട് ഇത് എല്ലാവരും എടുക്കില്ല. ഹാൻഡ്സെറ്റിൻ്റെ വില 40,000 രൂപ. അപ്പോൾ ഇത് ഒരു മാസ് വോള്യൂം പ്രോഡക്റ്റ് ആവും പേജർ. ഇത് ഒരു നിഷ് പ്രോഡക്റ്റ് ആവും. അതാണ് അന്നത്തെ പേജർ. ഇപ്പോഴും ഞങ്ങളൊക്കെ അന്ന് പേജർ മെസ്സേജ് വരും എന്നിട്ട് ഓടി പോയിട്ട് ഫോണില് പേജർ വേണമെങ്കിൽ മാറ്റി വയ്ക്കാം. മറ്റേ സെല്ലുലാർ ഫോണാണെങ്കിൽ ഇത് പറ്റത്തില്ലല്ലോ. അതെ, ശരിയാ. അപ്പോൾ അതെല്ലാം ടെക്നോളജീൻ്റെ ഈ റാപ്പിഡ് ചേഞ്ച് കൊണ്ട് അതെല്ലാം അങ്ങ് മാറി. അത് ബൈ 2000 പേജിങ് വാസ് ഡെഡ് ആൻഡ് സെല്ലുലറിൻ്റെ പ്രൈസ് ഭയങ്കര ക്രാഷ് ആയിട്ട് ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രൈസ് 5,000 6,000 എല്ലാം ആയി. അതുകൊണ്ടും പിന്നെ അന്ന് പ്രൈം മിനിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം ഒരു NTP നാഷണൽ ടെലികോം പോളിസി 1999 കൊണ്ടുവന്നു. അതിൽ ഞാൻ ഭയങ്കര പങ്ക് എടുത്ത ആളായിരുന്നു. ഞാൻ ഇൻഡസ്ട്രിയോട് നല്ല അടുപ്പമുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ വളരെ ഇഷ്ടപ്പെട്ട് എന്നെ ഭയങ്കര എൻകറേജ് ചെയ്ത ഒരു പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. എന്നെ അദ്ദേഹത്തിൻ്റെ ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ് കൗൺസിലിൽ ഞാൻ ഏറ്റവും യങ്ങസ്റ്റ് ഓൺട്രപ്രണർ ആയിരുന്നു. അതിൽ ടാറ്റാസും ബിർലാസും വലിയ വലിയ ആൾക്കാർ വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി. അതെ. അപ്പോഴത്തേക്ക് ഈ വിദേശത്തേക്ക് പിന്നെ മടങ്ങണ്ട, ഇവിടെ ബാംഗ്ലൂരിൽ സെറ്റിൽ ചെയ്യണം. അതെ, അത് ഞാൻ വന്ന ഉടനെ ബാംഗ്ലൂരിലാണ് സെറ്റിൽ. വൈഫിൻ്റെ ഫാമിലി ബാംഗ്ലൂരിലാണ്. വൈഫും ഞാൻ ബാംഗ്ലൂരിലായിരുന്നു. അപ്പോൾ ഞാൻ സെറ്റിൽ ചെയ്തു. അവിടെ വീടെല്ലാം ഉണ്ടാക്കി അവിടെ സെറ്റിൽ ചെയ്തു. എന്നിട്ട് 92 കഴിഞ്ഞിട്ട് അവിടെ തന്നെ ബാംഗ്ലൂർ തന്നെ. അപ്പോൾ ഈ 33 ഇയേഴ്സിൽ ഞാൻ ബാംഗ്ലൂർ നിവാസിയായിരുന്നു. അല്ല, ഈ ബിസിനസ് വിജയകരമായി മാറി വളരെ രീതിയിൽ. പിന്നെ 2000 കഴിഞ്ഞിട്ട് എൻ്റെ ബിസിനസ്സും കുറേ കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ അന്ന് ചില ഈ വലിയ കമ്പനീസ് ഈ സെല്ലുലറിൻ്റെ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്ത കമ്പനീസ് അവർ ബാക്ക് ഡോർ കൂടെ വരാൻ ശ്രമിച്ചു.
ഞാൻ അതെല്ലാം സുപ്രീം കോർട്ട് വരെ ഫൈറ്റ് ചെയ്ത് കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ ജയിച്ചു. എന്നിട്ട് അതാണ് ഫസ്റ്റ് എൻ്റെ ഇൻസ്റ്റൻസ് കുറച്ചൊരു സിനിസിസം അബൌട്ട് പോളിറ്റിക്സ് ആൻഡ് ഗവൺമെൻറ്. അതുവരെ ഞാൻ ഒരു വലിയൊരു നൈവ് ഒരു എല്ലാം ചെയ്യാൻ പറ്റുന്ന ഈ സിസ്റ്റം നമ്മളെ തകർക്കാൻ പറ്റില്ല, സ്മൂത്തായിട്ട് പോകുന്ന ഒരു എനർജി ഉണ്ടെങ്കിലും മൈൻഡിൽ ഇന്നോവേഷൻ ഉണ്ടെങ്കിലും സക്സസ് ഇന്ത്യയിൽ കിട്ടും എന്ന് പറഞ്ഞൊരു കുറച്ചൊരു നൈവ് ആളായിരുന്നു ഞാൻ അപ് ടു 2001. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് ഈ ബിഗ് കമ്പനീസിൻ്റെയും പോളിറ്റിക്സിൻ്റെ നെക്സസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഡാമേജ്. ഈ ബ്യൂറോക്രാറ്റ്സും ബിഗ് ബിസിനസ്സിൻ്റെ നെക്സസ് ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ കമ്പനീസും പുതിയ കമ്പനീസിന് എന്തെല്ലാം ഡാമേജ്. അത് ഇന്നും മിനിസ്റ്ററായിട്ടും എനിക്ക് ആ ഫീലിംഗ് ഇപ്പോഴും ഉണ്ട്. ചെറിയ കമ്പനീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. ഞാൻ വലിയ കമ്പനീസിനെ ചെറിയ കമ്പനീസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് ഇപ്പോഴും എൻ്റെ അനുഭവത്തിൽ അതെ ബോധ്യമുണ്ട്. ആ ഒരു എൻ്റെ DNA-യിൽ അതൊരു ഫോംലി എംബെഡഡ് ആണ്. പിന്നീടാണ് ഈ ബിസിനസ് ഈ രീതിയിൽ പിന്മാറി. 2006 ഞാൻ ബിസിനസ് വിട്ടു. ഞാൻ അത് പിന്നെ സെല് ചെയ്തു. അന്നൊരു കമ്പനി ഉണ്ടായിരുന്നു ഹച്ചിസൺ. പിന്നെ വലിയൊരു ഡീലായിരുന്നത് അത്. അന്ന് ഏറ്റവും വലിയ ഡീലായിരുന്നു. $1.1 ബില്യൺ ഡീലായിരുന്നു. ഇപ്പോൾ യൂണിക്കോൺ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ടപ്സിൻ്റെ കോൺടാക്സിൽ എല്ലാവരും പറയുന്നുണ്ടല്ലോ, ഈ 8,000-10,000 കോടീൻ്റെ കമ്പനി. അന്ന് അതായിരുന്നു ഏറ്റവും വലിയ യൂണിക്കോൺ, ഏറ്റവും ഫസ്റ്റ് യൂണിക്കോൺ. അത് കഴിഞ്ഞ് പിന്നെ MB ആവണോ അല്ലെ രാഷ്ട്രീയത്തിലേക്ക് വരണോ എന്നുള്ള ചിന്ത എങ്ങനെ വന്നു? അത് ഒരു ഇൻട്രസ്റ്റിംഗ് അഗൈൻ ഫേറ്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ചിപ്പ് ഡിസൈനും ഒരു ഫേറ്റ്, BPL മൊബൈൽ ഓൺട്രപ്രണർ ആവുന്ന ഒരു ഫേറ്റ്, പിന്നെ ഇതൊരു ഫേറ്റ്. ഞാൻ വീട്ടിലിരിക്കുകയായിരുന്നു. ഞാൻ ഭയങ്കര വെയിറ്റ് എല്ലാം പൊട്ടാവുന്നതിന് ഭയങ്കര അൺഹെൽത്തി ആയി ഈ ടെലികോമിൻ്റെ ലാസ്റ്റ് എൻഡ് ആകുമ്പോൾ. അപ്പോൾ ഞാനൊരു 3-4 മാസം ഫിറ്റ്നസ്സും എക്സസൈസും എല്ലാം ചെയ്യുമ്പോൾ ഒരു ദിവസം വീട്ടിൽ ബാംഗ്ലൂരിൽ എൻ്റെ ഫ്രണ്ട് വന്നു, ഒരു സ്പിരിച്വൽ ഫ്രണ്ടാണ്. പെട്ടെന്ന് അങ്ങ് സൺഡേ ആഫ്റ്റർനൂൺ, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എന്തോ പിക്ചർ എന്തോ കാണുമായിരുന്നു. എൻ്റെ കൂടെ വരൂ, ഞാൻ ആരെയോ കാണാൻ പോകുന്നുണ്ട്. ഒന്നും ചെയ്യുന്നില്ലല്ലോ, വരുമെന്നു. അപ്പം ഞാൻ യൂഷ്വലി സൺഡേ വീട്ടിൽ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ആളാണ്. അന്ന് എന്തോ ഞാൻ ശരി ഓക്കെ അത് വണ്ടിയിൽ കയറി പോയി. അയാൾ കൊണ്ടുപോയത് ദേവഗൗഡനെ മീറ്റ് ചെയ്യാൻ. ദേവഗൗഡ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ഹോസ്പിറ്റലായിരുന്നു. ഇയാൾ ദേവഗൗഡൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് ദേവഗൗഡനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് ദേവഗൗഡ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യനോട് ചോദിച്ചത്, ഞാൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്യാം ദേവഗൗഡ എന്നെപ്പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു. പറഞ്ഞു, ഇങ്ങനെ പോളിറ്റിക്സിൽ എന്തെങ്കിലും രുചിയുണ്ടോ, താല്പര്യമുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഇതുവരെ അതിനെപ്പറ്റി ഞാൻ പോളിറ്റീഷ്യൻസിന് അറ്റാക്കും പോളിറ്റീഷ്യൻസിന് വില്ലൻ എൻ്റെ മൈൻഡിൽ അവർ എന്നെ ബിസിനസ്സിലെല്ലാം ട്രബിൾ ചെയ്ത ഒരു കമ്മ്യൂണിറ്റിയാണ്, അങ്ങനെ വിചാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നോക്കൂ, ഞങ്ങൾ ഇത് എനിക്ക് തോന്നുന്നത് പൊട്ടൻഷ്യൽ ഉണ്ട്, ഒന്ന് അതിനെപ്പറ്റി വിചാരിക്കണം. അപ്പം അന്ന് തന്നെ അത് വിട്ടിട്ട് ഞാൻ എൻ്റെ കാറിൽ നിന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ കാറിൽ നിന്ന് എൻ്റെ കാറിൽ കയറി. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അനന്ത് കുമാർജി, BJPയുടെ ലീഡറാണ്. അദ്ദേഹത്തിന് വീട്ടിൽ പോയി ഇമ്മീഡിയറ്റ്ലി. എൻ്റെ ഫ്രണ്ടായിരുന്നു അന്ന്, അങ്ങനെ ഒരു പൊളിറ്റിക്കൽ കണക്ഷനും ഉണ്ടായിരുന്നു, ബട്ട് എൻ്റെ ഫ്രണ്ടായിരുന്നു. വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിന് വീട്ടിൽ പോയപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു ഐഡിയ വന്നിട്ട് എന്താ നിങ്ങളുടെ റിയാക്ഷൻ? അദ്ദേഹം പറഞ്ഞു, ഇത് നല്ല ഐഡിയ ആണ്, അത് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ചെയ്യണം, ഒന്ന് അഡ്വാൻറ്റേജിന് പോയിട്ട് ഒന്ന് പോയി കാണൂ, ചോദിക്കൂ. എന്നിട്ട് ഞാൻ അന്ന് നെക്സ്റ്റ് ഡേ ഒരു 11 മണിയുടെ ഫ്ലൈറ്റോ എനിക്ക് ഓർമ്മയുണ്ട്, അത് ഞാൻ ഡൽഹി പോയി അഡ്വാൻറ്റേജിനെ പോയി കണ്ട്. അഡ്വാൻറ്റേജി എന്നെ അറിയേണ്ട മുമ്പ് പിന്നെ കഴിഞ്ഞ അടൽജീൻ്റെ ഗവൺമെൻറ് ടൈമിൽ അറിയുന്ന എന്നെ നന്നായിട്ട് പരിചയപ്പെട്ടിട്ട്. അപ്പോൾ അഡ്വാൻറ്റേജ് പറഞ്ഞു, ഇത് ദേവഗൗഡൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കർണാടകയിൽ ദേവഗൗഡൻ്റെ പാർട്ടീൻ്റെ കൂടെ ഞങ്ങളൊരു കോalition സ്റ്റാർട്ടായത് യെദ്യൂരപ്പജീൻ്റെ 2006. അപ്പോൾ നോക്കിക്കോളൂ, മുമ്പോട്ട് പോകോളൂ. അപ്പോൾ ഞാൻ അത് പിന്നെ പെട്ടെന്നൊരു ഒരു മാസം 3 ആഴ്ചയിൽ അത് എലക്ഷൻ കഴിഞ്ഞു. ഞാൻ MP ആയി. എന്നിട്ട് ഭൈരവ് സിംഗ് ഷെഖാവത്തിൻ്റെ ഓഫീസിൽ പെട്ടെന്നൊരു ദിവസം അങ്ങ് എത്തി, സ്വെയറിംഗ് ഇൻ, എന്നിട്ട് രാജ്യസഭ MP ആയി. അന്ന് BJPയുടെ ഒരു ആഭിമുഖ്യമുണ്ടോ? ഉണ്ട്. ഞാൻ ജോയിൻ ചെയ്തതും അന്ന് ഇപ്പോൾ UPA ഗവൺമെൻറ് ആയിരുന്നല്ലോ. ഞാൻ ജോയിൻ ചെയ്തത് ആസ് എൻ ഓപ്പോസിഷൻ MP.
അതൊരു വലിയൊരു റിസ്ക് എടുത്തിട്ട് ഞാൻ ചെയ്താൽ എല്ലാവരും എന്നോട് പറഞ്ഞ് നിങ്ങൾ വട്ടാണ് ഇപ്പോൾ ബിസിനസ് ചെയ്ത് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം ചെയ്യാൻ പോകുന്നു, ബട്ട് യു ആർ ബിക്കമിങ് ഓപ്പോസിഷൻ, നിങ്ങൾ ഇവരെല്ലാം ട്രബിൾ ചെയ്യും. രാജ്യസഭയിൽ എത്തിയപ്പോൾ ചിലരൊക്കെ കമന്റ് അടിക്കുകയും ചെയ്തു, ബിസിനസ്സുകാർക്ക് കൂടി വന്നിരിക്കുന്നു. അതെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ ആ സ്വെയറിങ്ങിൻ്റെ ടൈമിൽ ബൃന്ദ കരാട്ട് ജിയും മാർഗരറ്റ് ആൽവാജിയും എൻ്റെ തൊട്ടടുത്ത് ഇരുന്നിട്ട് അവർ രണ്ടാൾ വിസ്പർ ചെയ്യുക. എന്നിട്ട് ആ വിസ്പർ എനിക്കും കേൾക്കുന്നുണ്ട്, മറ്റേ റൂമിലും കേൾക്കുന്നുണ്ട്. ഓ, വേറൊരു ബിസിനസ്മാൻ ഇവിടെ രാജ്യസഭയിൽ വന്നു, അയാൾ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് വരുന്നത്, ഒരു ലൗഡ്ലി കമൻറ്റ്. അന്ന് ഞാൻ വിചാരിച്ചതാ, ഇല്ല ഇവരെല്ലാം ഞാൻ പ്രൂവ് ചെയ്യും. അന്ന് പക്ഷേ ഇൻഡിപെൻഡന്റ്, അതെ, ഞാൻ 2 ടേം ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിരുന്നു. മൂന്നാമതാണ് ശരിക്കും മൂന്നാമത് 2018 ഞാൻ BJPന്റെ ആക്ച്വൽ MP ആയത്. അതിനു മുമ്പ് നരേന്ദ്രമോദിജിയെ കണ്ടിട്ട് എപ്പോഴാണ് കാണുന്നത്? 2011 നവംബർ. അദ്ദേഹം ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. ഞാൻ ഒരു ടൈം എടുത്ത് അദ്ദേഹത്തിനെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്ന് മീറ്റ് ചെയ്യണം, ഗുജറാത്തിനെ പറ്റി ഒന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. ഞാൻ മീറ്റ് ചെയ്യാൻ പോയി. ഞാൻ മീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ആ മീറ്റിങ്ങിനെ പറ്റി ഇപ്പോഴും ഒരു ഡീപ്പ് ലാസ്റ്റിംഗ് ഇംപ്രഷൻ ഉണ്ട്. ബിക്കോസ് ഞാൻ ബൈ 2011 5 കൊല്ലം പോളിറ്റിക്സ് ആയിരുന്നു. 2G സ്കാം ഞാൻ എക്സ്പോസ് ചെയ്തു. എല്ലാ ബഡ്ജറ്റ് സെഷനിലും ഞാൻ റിഫോംസ് ഗവർണൻസിനെ പറ്റി സ്പീച്ച് കൊടുക്കുന്നു. ബട്ട് ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. എൻ്റെ പറ്റി ഞാൻ പറഞ്ഞ ആർക്കും കേൾക്കേണ്ട അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറയും, ഇങ്ങനെ സ്പീച്ച് കൊടുക്കും, ഇരിക്കും, ആർട്ടിക്കിൾ എഴുതും, ഇരിക്കും. 2G സ്കാം എക്സ്പോസ് ചെയ്തപ്പോൾ കുറച്ചൊരു വിസിബിലിറ്റി എല്ലാം വന്നു. ഈ ഇൻഡിപെൻഡൻറ്റ് സാധനം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് പാർലമെൻറ്റിൽ. അപ്പോൾ 2011 ഞാൻ നരേന്ദ്രമോദിജിനെ മീറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ടേബിളിൽ ഒരു ഫയൽ ഉണ്ടായിരുന്നു. വേറെ ഒന്നും ഉണ്ടായിരുന്നു, ഒരു ടേബിൾ, ഒരു ഫയൽ. ആ ഫയലിൽ കുറേ ടാബെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഇരുന്നു, നമസ്കാരം എന്ന് പറഞ്ഞപ്പോൾ ഇരുന്നിട്ട് അദ്ദേഹം തുറന്നു ഫയൽ. ആ ഫയൽ തുറന്നപ്പോൾ ഒരു ടാബിൽ എൻ്റെ ഒരു സ്പീച്ച്, ബഡ്ജറ്റ് സ്പീച്ച്, അത് ശരി, അതിൽ അണ്ടർലൈൻ ചെയ്തിട്ട്, എന്നിട്ട് അദ്ദേഹം ഫയലങ്ങ് എന്നിട്ട് പറഞ്ഞു ഹിന്ദിയിൽ, നിങ്ങളിങ്ങനെ 2009 ബഡ്ജറ്റ് സ്പീച്ചിൽ ഗവർണൻസ് റിഫോംസിനെ പറ്റി പറഞ്ഞു, ഇതിൻ്റെ എന്താണ് മീനിങ്, എന്ത് കോണ്ടെക്സ്റ്റിലാണ് നിങ്ങളിങ്ങനെ പറയുന്നത്, എനിക്കൊന്ന് എക്സ്പ്ലനേഷൻ വേണം. അത് ശരി. ഞാനത് കേട്ടപ്പോൾ തന്നെ ഫ്ലോറായി. നമ്മുടെ പ്രസംഗം നേരത്തെ നടത്തി ഓർത്ത് അത് ഓർത്ത് വായിച്ച്, ഇങ്ങനൊരു ലീഡർ, ഇങ്ങനൊരു എക്സ്പീരിയൻസുള്ള ലീഡർ എന്നോട് ചോദിക്കുന്നു ഇതിൻ്റെ എന്താണ് അർത്ഥം, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ, എനിക്കൊന്ന് ഇതിന് പഠിക്കണോ, എനിക്ക് മനസ്സിലാവണമെന്ന് അത് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് ആ 2011 ഞാൻ ഫ്ലോറായി. അതാണ് ശരിക്കും ടേണിംഗ് പോയിന്റ്. അതെ, എനിക്ക് ടേണിംഗ് പോയിന്റ്. ബിക്കോസ് എനിക്ക് മനസ്സിലായി ഇദ്ദേഹം വായിച്ച് പഠിച്ച് മനസ്സിലാക്കുന്ന ഒരു ലീഡറാണ്. താങ്കൾ വർക്കഹോളിക് എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം അതിൻ്റെ അപ്പുറത്തെ വർക്കഹോളിക്. അതെ, ആ ഡീറ്റെയിൽഡ് ഗ്രാനുലർ അണ്ടർസ്റ്റാൻഡിങ്, വർക്കഹോളിക്, എക്സിക്യൂഷൻ ഫോക്കസ് ഞാൻ അന്ന് മനസ്സിലാക്കിയിട്ടും ഇന്നും എനിക്ക് ഇതുവരെ, ഞാൻ കുറേ വർക്കഹോളിക്സിൻ്റെ കൂടെയും ഭയങ്കര ബിഗ് മൈൻഡ്സിൻ്റെ കൂടെ പണിയെടുത്ത ആളാണ്. ബട്ട് ഇങ്ങനത്തെ ഒരു പേഴ്സൺ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ മന്ത്രിയാകാനുള്ള അവസരം വന്നതും പുള്ളി പിക്ക് ചെയ്തായിരിക്കില്ലേ? അത് എനിക്കറിയില്ല. ഞാൻ അതും ഞാൻ അറിഞ്ഞത് ആ ദിവസമാണ്, ജൂലൈ 7, 2021 എനിക്ക് രാവിലെയാണ് മനസ്സിലായത് ഞാൻ മനസ്സിലാവാൻ പോകുന്നത്. എനിക്ക് ഒരു ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നില്ല. ബിക്കോസ് എൻ്റെ മനസ്സിൽ ഞാനൊരു കമ്മ്യൂണിറ്റിയിൽ നിന്നല്ല, ഞാനൊരു മാസ് ലീഡറല്ല, ഞാൻ രാജ്യസഭ MP ആണ്. ശരിക്കെല്ലാം പറയുമ്പോൾ മിനിസ്റ്റേഴ്സ് ആവുന്നത് പോപ്പുലർ ലീഡേഴ്സും വലിയൊരു മാസ് ഫോളോയിങ്ങോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം. അപ്പോൾ എനിക്ക് ഒരു ഹിൻറ്റും കൂടി ഉണ്ടായിരുന്നില്ല, ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നില്ല ഞാൻ ഒരു മിനിസ്റ്റർ ആവുന്നു. പക്ഷെ അത് വസ്തുതയിൽ ആഗ്രഹിച്ച, എന്താ വർക്ക് ചെയ്ത് വന്ന ആ മേഖലയിൽ തന്നെ കിട്ടി എന്നുള്ളതല്ലേ താങ്കൾക്ക് ഏറ്റവും? അല്ല, എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അങ്ങനെ എനിക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നില്ല. എൻ്റെ പ്രധാനമന്ത്രി, എൻ്റെ പ്രൈം മിനിസ്റ്റർ ഇങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി എന്നെ പിക്ക് ചെയ്ത് ചോസ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ടീമിൽ ഇൻക്ലൂഡ് ചെയ്യുമെന്ന് പറയുമ്പോൾ എനിക്ക് അന്നും ഉണ്ടായിരുന്ന ഒരു ഭയങ്കര അഭിമാനം ഇന്നും ഉണ്ട്. ടീമിൽ വന്ന ശേഷം ഇദ്ദേഹം പ്രധാനമന്ത്രി എപ്പോഴാണ് വിളിക്കുന്നത്? അല്ല, തൊട്ടടുത്ത് ഒരു 7th ആയിരുന്നു സ്വെയറിംഗ് ഇൻ. 8, 9 തീയതി 10 തീയതി അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പോയി മീറ്റ് ചെയ്തു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ സേവ ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ എൻ്റെ ഒരു സ്പീച്ച്, കുറച്ച് നെർവസ് സ്പീച്ചെല്ലാം കൊടുത്തപ്പോൾ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നോട് അന്ന് പറഞ്ഞു,
അത് ഇന്നും ഞാൻ ഡിയറായിട്ട് എൻ്റെ മനസ്സിൽ വയ്ക്കുന്നു. അതെല്ലാം ശരി, നമ്മളെല്ലാവരും ജനസേവയ്ക്കാണ് വന്നിരിക്കുന്നത്, രാജ്യസേവയ്ക്കാണ് വന്നിരിക്കുന്നത്. ബട്ട് ഇത് മറക്കരുത്, യു ഷുഡ് ബി സക്സസ്ഫുൾ. ഒന്ന് സേവ ചെയ്യുന്നത്, ബട്ട് സക്സസ് ആക്കാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അതിൻ്റെ ഒരു കേപ്പബിലിറ്റി ഉണ്ടാവണം. ഒരു ഹാർട്ട് മാത്രം പോരാ, അതിൻ്റെ ഒരു വിജയിപ്പിക്കണമെന്ന് അന്ന് അദ്ദേഹം പറഞ്ഞു. 9th July 2021. അത് ഞാൻ ഇതുവരെ മറക്കില്ല. ബിക്കോസ് അത് ഒരു ടൈപ്പ് ഓഫ് സമ്മറിയാണ് അദ്ദേഹത്തിൻ്റെ അപ്രോച്ച് ടുവേർഡ്സ് വർക്ക്. ഒരു വർക്ക് എത്തിക്ക്, പണി ചെയ്തിട്ടാണ് നമുക്ക് ജനങ്ങളുടെ റെസ്പെക്റ്റ് ഏൺ ചെയ്യേണ്ടത്. അത് ഞാൻ അദ്ദേഹത്തിനാണ് പഠിച്ചത്. അദ്ദേഹം രാവിലെയൊക്കെ വിളിക്കൂ അങ്ങനെ ഫോണിൽ? 6 മണിക്കും പിന്നെ വിളിച്ച് ഭയങ്കര ക്ലിയർ ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് തരും. അദ്ദേഹത്തിൻ്റെ കൂടെ മീറ്റിംഗ്സ് എല്ലാം ഞാൻ പറഞ്ഞ മാതിരി എൻ്റെ ഓൺട്രപ്രണറിയൽ ടെക്നോളജി കരിയറിലെല്ലാം വലിയ ആൾക്കാരെ ടഫ് ഡിമാൻഡിങ് ബോസസിന് മീറ്റിങ്ങിൽ പോയ ആളാണ്. ബട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ മീറ്റിങ്ങിൽ പോകുമ്പോൾ നന്നായി പ്രിപ്പയർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ നോളജ് ഓഫ് എ സബ്ജക്റ്റ്, അദ്ദേഹത്തിൻ്റെ ബ്രീഫിംഗ്, ഓരോ വിഷയത്തിലും ഒരു ഡീപ്ലി വെൽ ബ്രീഫ്ഡ്, വെൽ പ്രിപ്പയർഡ്. ഒരു മീറ്റിംഗ് ഞാൻ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഒരു ഷോർട്ട് മീറ്റിംഗ് ആണോ, ഒരു അണ്ടർ പ്രിപ്പയർഡ് മീറ്റിംഗ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പൊ താങ്കൾ ഈ കഴിഞ്ഞ ഈ മന്ത്രിയായ ശേഷമുള്ള വളരെ തിരക്കിട്ട ലൈഫായിരുന്നല്ലോ. അതെ. വീട്ടിലൊക്കെ പോകാൻ സമയം കിട്ടുമായിരുന്നു? ഞാൻ എൻ്റെ 2 മക്കന്മാരുടെയും മകനും മകളുടെ 2 ഗ്രാജുവേഷൻ ഞാൻ മിസ് ചെയ്തു. പോകാൻ പറ്റിയില്ല. എൻ്റെ മകളുടെ ഗ്രാജുവേഷൻ, ബട്ട് ലക്കിലി 2 കുട്ടികളും അണ്ടർസ്റ്റാൻഡ് ചെയ്തു. അങ്ങനെ ഒരു ഗ്രഡ്ജോ അങ്ങനെ ഒരു ദേഷ്യമൊന്നും വന്നില്ല. അമ്മ പോയി, അതൊന്ന്. രണ്ടാമത്തെ എൻ്റെ മകളുടെ ഗ്രാജുവേഷൻ ഏറ്റവും വലിയ ട്രാജഡി എന്ന് പറയാൻ പാടില്ല. എനിക്കൊരു സാഡ്നെസ് ഉണ്ട്. ഞാൻ ലണ്ടനിലായിരുന്നു. മോളുടെ ഗ്രാജുവേഷൻ ലണ്ടൻ ഒരു 2-3 മണിക്കൂർ പുറത്തൊരു കോളേജിലായിരുന്നു. ബട്ട് എനിക്കൊരു ഒഫീഷ്യൽ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോളജൈസ് ചെയ്തു. 2 ഗ്രാജുവേഷൻ ഞാൻ മിസ് ചെയ്തു. വീട്ടിൽ തിരിച്ച് ചെല്ലുമ്പോൾ അവരൊക്കെ പരിഭവം പറയൂ? അതെ. അത് ബട്ട് അവർക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഞാൻ ടൈം വേസ്റ്റ് ചെയ്യില്ല, ഞാൻ സേവ ചെയ്യാണ്, അതൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ബട്ട് ഞാൻ പോകുമ്പോൾ എല്ലാവരും റിമൈൻഡ് ചെയ്യും. ഞാൻ ഇപ്രാവശ്യം പോയപ്പോൾ അമ്മയും മോനും ഒരു ബാനർ എടുത്തിട്ട് എന്നെ വെൽക്കം ചെയ്തു, 78 എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെന്ത് 78? അപ്പോൾ പറഞ്ഞു 78 ദിവസമായി ഞങ്ങളെ കണ്ടിട്ട് 78 ദിവസമായി. അതല്ല വളരെ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അണ്ടർസ്റ്റാൻഡിംഗ് ഫാമിലിയാണ്. ബിക്കോസ് നമ്മൾ ഈ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു നല്ല കോസിനല്ല. ഈ നരേന്ദ്രമോദിജി ചെയ്യുന്ന പണി, അതിന് നമ്മൾ കുറച്ചൊരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുന്നത് എനിക്കൊരു അഭിമാനമുണ്ട്, എൻ്റെ ഫാമിലിക്കൊരു അഭിമാനമുണ്ട്. അതിന് അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എല്ലാം ഉണ്ട്. ബട്ട് ഇത് ശരിയാണ്. മോദിജീൻ്റെ ക്യാബിനറ്റിൽ മിനിസ്റ്റർ ആവാന്ന് പറഞ്ഞത് അതൊരു ഹോളിഡേ ഒന്നുമല്ല. അത് നല്ല പണി എടുത്ത് വിദേശത്ത് പോയി അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഫോറിൻ ട്രിപ്പും വിശ്വപൗരവനാവുന്ന ഒരു ജോബൊന്നും അല്ല. ഇത് നല്ല പണിയെടുത്ത് രാജ്യസേവ, ജനസേവ ചെയ്യാൻ ഒരു ആഗ്രഹമുള്ള ആൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജീൻ്റെ ക്ലിയർ ഫോക്കസാണ് നമുക്കൊരു ചേഞ്ച് വരുത്തണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം വെച്ചാൽ അത് നമുക്ക് ചെയ്യണം. ഇപ്പം താങ്കൾ നേരിടുന്നത് മറ്റൊരു പാലക്കാട്ടുകാരനെയും ഒരു കണ്ണൂർകാരനെയാണ്. തിരുവനന്തപുരത്തെ വോട്ടർമാർ താങ്കൾക്ക് എന്തിനു വോട്ട് ചെയ്യണം? എന്താണ് താങ്കൾക്ക് അവരോട് പറയാനുള്ളത്? അല്ല, ഞാൻ പറയുന്നത്, ഞാൻ 5-ാം തീയതി ഇവിടെ എത്തിയപ്പോൾ അന്ന് പറയാൻ തുടങ്ങിയത് ഇന്ന് പറയുന്നു. നമ്മുടെ ഇന്ത്യയിൽ 10 കൊല്ലത്തിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ കൊണ്ടുവന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ, കൊണ്ടുവന്ന ഒരു മുമ്പോട്ട് പോകുന്ന ഒരു പുരോഗതിയും ഒരു വികസനവും, അത് നമുക്ക് തിരുവനന്തപുരത്തും കൊണ്ടുവരണം. തിരുവനന്തപുരത്തും നമ്മുടെ നാട് കേരളയിലും ഇങ്ങനത്തെ ഒരു ഡെവലപ്മെൻറ്റ് മിസ്സിംഗ് ആണ്. അതുകൊണ്ടാണ് ഇപ്പോഴും 2024 ഏത് വേറെ സ്റ്റേറ്റ് പോയാലും അവിടുത്തെ കുട്ടികൾ അവരുടെ ഫ്യൂച്ചറിനെ പറ്റി വിചാരിക്കുക, അവർ സ്റ്റാർട്ടപ്സ്, അവർ ഹയർ എഡ്യൂക്കേഷൻ, അതിനെ പറ്റിയെല്ലാം അവർ ഡിസ്കഷനും. ഇവിടെ ആണെങ്കിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? സിദ്ധാർത്ഥിൻ്റെ മരണം, യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ബ്ലോക്കിംഗ്. ഞാനിത് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടല്ല പറയുന്നത്. ഇത് ഞാൻ സത്യമായി വിശ്വസിക്കുന്നു. ആൻഡ് എനിക്ക് ജനങ്ങളുടെ ഫീഡ്ബാക്കിൽ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടുന്നുണ്ട്. എല്ലാവർക്കും വേണം ഒരു മാറ്റം. ഈ രാഷ്ട്രീയത്തിൻ്റെ കാരണം നമ്മുടെ യൂത്തിൻ്റെ ഫ്യൂച്ചറിനെ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്ത് അവരെ
പിന്നോട്ട് കൊണ്ടുവന്ന ഈ രാഷ്ട്രം അതിനൊന്നും ചേഞ്ച് ചെയ്ത് ഇവിടെ ഒരു ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ്, സ്കിൽസ്, ജോബ്സ്, അതിൻ്റെ ഒരു നറേറ്റീവാണ് ഇവിടെ വരേണ്ട ആവശ്യം. എന്നിട്ട് അതാണ് എനിക്ക് കൊണ്ടുവരാനുള്ള കേപ്പബിലിറ്റീസ് ഉള്ളത്. അതിനുവേണ്ടി ശ്രമിക്കും. അതാണ് ഞാൻ പറയുന്നത് ഇന്ന് എല്ലാവരോടും. എന്നിട്ട് അതിൻ്റെ റെസ്പോൺസും കിട്ടുന്നുണ്ട്. ഈ ഒരു മാറ്റം വേണമെന്ന് എനിക്ക് എല്ലായിടത്തും കിട്ടുന്നുണ്ട്. എന്നോട് ഇന്ന് രാവിലെ ആരും ചോദിച്ചു, അല്ല ഇത് കഴക്കൂട്ടം റെസ്ട്രിക്റ്റഡ് ആണോ, കഴക്കൂട്ടം തിരുവനന്തപുരം നിയമമിലാണോ മാത്രം ഈ നരേറ്റീവ് സെറ്റാവുന്നത്? ഇല്ല, ഇതിപ്പോൾ പാരശാല, നെയ്യാറ്റിൻകര, കോവലം, വട്ടിയൂർക്കാവ് എല്ലാവർക്കും ഇതല്ല വേണ്ടത്. വികസനം വേണം, ഒന്ന് മുമ്പോട്ട് പോകണം, കുട്ടികൾക്കൊരു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കണം. ഇതൊരു വ്യത്യാസമില്ല. ഇതൊരിപ്പോൾ എലീറ്റിസ് കോൺസെപ്റ്റാണോ ഒരു നോൺ എലീറ്റിസ് കോൺസെപ്റ്റാണോ? വികസനം എന്ന് പറഞ്ഞത് എല്ലാവർക്കും വേണം. ഒരു ബെറ്റർ ടുമോറോ കമ്പയർ ടു ടുഡേ. ഇത് എല്ലാ ഇന്ത്യൻസും എല്ലാ മലയാളീസിനും ഒരു റീസണബിൾ എക്സ്പെക്ടേഷനാണ്. ഇപ്പോൾ ഇന്ത്യ സെമി കണ്ടക്ടറിന്റെ നിർമ്മാണത്തിലേക്ക് അതിനുള്ള തറക്കല്ല് കഴിഞ്ഞ ദിവസം ഇട്ടു. AI മിഷൻ ഇന്ത്യ ലെവലിൽ വരുന്നു. അതൊക്കെ പക്ഷേ കേരളത്തിനും വലിയ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ചെയ്യണം. AI മിഷന്റെ ചെയ്യണം, അല്ലെങ്കിൽ ആ ട്രെയിൻ മിസ്സാവും. നമ്മളിപ്പോൾ സ്റ്റാർട്ടപ്സിൻ്റെ ട്രെയിൻ, ഞാൻ എപ്പോഴും പറയും 96, 97 ഞാൻ ഇവിടെ മൊബൈൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തിരുവനന്തപുരം ആയിരുന്നു ആദ്യത്തെ സിറ്റി. ടെക്നോളജി പാർക്കും ടെക്നോളജിനെ പറ്റി പിന്നെ എന്നിട്ട് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടപ്സിൽ ദുനിയാവിൽ ലോകത്തിൽ എവിടെയാണ്? നമ്മൾ നമ്പർ 18 ആണ്. നമ്മൾ യൂണിക്കോൺസിൽ ഭയങ്കര ലോ ആണ്. അപ്പോൾ ഈ വരുന്ന കാലത്ത് ഈ സെമി കണ്ടക്ടർ, AI, സൂപ്പർ കമ്പ്യൂട്ടിംഗ്, ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ്, ഇലക്ട്രോണിക്സ് മാനുഫാക്ചർ, ഇലക്ട്രോണിക്സ് ഡിസൈൻ, ഇതെല്ലാം ഇപ്രാവശ്യം നമുക്ക് മിസ് ചെയ്യാൻ പാടില്ല. അതാണ് താങ്കൾ ആദ്യമായിട്ട് ഞാൻ അതേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഞാൻ വികസനം, പ്രോഗ്രസ്, പുരോഗതി, ഇത് നമ്മുടെ രാഷ്ട്രം ഇത് മാത്രമാണെന്ന് ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്. ഇത് അവർ എന്ത് ചെയ്താലും, എന്ത് ചെയ്ത് ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചാലും ഞാൻ ഈ നെറേറ്റീവിന് ഡിസ്ട്രാക്റ്റ് ആവില്ല. ഈ നെറേറ്റീവാണ് ഞാൻ ആദ്യത്തെ ദിവസം തുടങ്ങിയത്, ലാസ്റ്റ് ഡേ വരെ അത് കണ്ടിന്യൂ ചെയ്യും. എലക്ട് ആയിക്കഴിഞ്ഞ്, സക്സസ്ഫുൾ ആയിക്കഴിഞ്ഞ്, MP ആയി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ, മിനിസ്റ്ററായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ആ നെറേറ്റീവിന് ഞാൻ ഫുൾഫിൽ ചെയ്യും. നോവലും പുസ്തകമൊന്നും എഴുതാറില്ല? ഇല്ല, എനിക്ക് പുസ്തകം എഴുതാൻ അങ്ങനെ ടൈമില്ല. അതുകൊണ്ടാണ് എനിക്ക് പുറത്ത് ട്രാവൽ ചെയ്യാനും ടൈമില്ല, പുസ്തകം എഴുതാൻ ടൈമില്ല, ഇംഗ്ലീഷ് ഡിക്ഷണറി വായിക്കാനും ടൈമില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ടൈം, എൻ്റെ 24 മണിക്കൂർ MP ആയി കഴിഞ്ഞിട്ട് ജനസേവ, രാജ്യസേവ, ഒരു എല്ലാവരുടെ ലൈഫിൽ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ടാക്കാൻ എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി വേസ്റ്റ് ചെയ്യാതെ ഞാൻ പറയും, ഇനി കാര്യം നടക്കണം, കാര്യം നടപ്പിക്കണം, പ്രവർത്തിക്കും. പറയുന്നത് 100%. 18 കൊല്ലത്തിൽ എൻ്റെ റെക്കോർഡ് നോക്കിയാൽ എല്ലാം പറഞ്ഞത് ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം പറഞ്ഞത് ഞാൻ പറയാൻ പോകുന്നത് ചെയ്യും. എന്നിട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ പറയുന്നത് വെറുതെ ഒന്നും പറയില്ല. ഞാൻ ചെയ്യാൻ പോകുന്നത് മാത്രമേ ഞാൻ പറയുള്ളൂ. അതും ക്ലിയറായി. വേണ്ടാത്ത പ്രോമിസസും വേണ്ടാത്ത സാധനങ്ങളൊന്നും ഞാൻ പറയില്ല. എനിക്ക് ആരുടെ എഗെയിൻസ്റ്റ് ഒരു പേഴ്സണൽ അറ്റാക്ക് ചെയ്യാൻ എനിക്കൊരു ആഗ്രഹവുമില്ല, എനിക്കൊരു ഇൻസെൻറ്റീവും ഇല്ല. ഞാൻ പറയുന്നത് ഈ വികസനം, പുരോഗതിൻ്റെ രാഷ്ട്രീയത്തിനെ പറ്റി എൻ്റെ കമ്മിറ്റ്മെൻറ്റ്, എൻ്റെ കപ്പാസിറ്റി, എൻ്റെ ലീഡറിൻ്റെ ട്രാക്ക് റെക്കോർഡ്, അത് ഞാൻ എല്ലാ ദിവസവും പറയും. എല്ലാ ദിവസവും കണ്ടിന്യൂസ്ലി പറയും. ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. അതെ. പണ്ട് ശരത് പവാർ താങ്കളെ ഹാഫ് ലെഫ്റ്റിസ്റ്റ് എന്ന് വിളിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? അല്ല, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ശരത് പവാർ എന്നെ മൊബൈലിൻ്റെ ഒരു ഏരിയ ഗ്രോ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ബാരാമതിയിൽ ഒരു മൊബൈൽ സ്റ്റാർട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ പിടിച്ച്, ഞാൻ മഹാരാഷ്ട്രയിലും ഞാനായിരുന്നല്ലോ മൊബൈൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ പിടിച്ചിട്ട് ബാരാമതിയിൽ കൊണ്ടുപോയി. അപ്പോൾ ഏതൊരു കോൺവെർസേഷനിൽ ഞാൻ എന്തോ പറഞ്ഞു, അങ്ങനെ കുറച്ചൊരു സൈറ്റ്ലി സോഷ്യലിസ്റ്റ്. അപ്പോൾ അന്ന് ശരത് പവാർ നിങ്ങൾ മലയാളീസ് എല്ലാം ഭയങ്കര ലെഫ്റ്റിസ്റ്റാണ്. അപ്പോൾ ഞാൻ പറയില്ല, ഞാൻ ലെഫ്റ്റിസ്റ്റ് ഒന്നുമല്ല, ഞാനൊരു ഫ്രീ മാർക്കറ്റ് ക്യാപിറ്റലിസ്റ്റ് ആണ്. ബട്ട് ഞാൻ ഒരു സെൻസിറ്റീവ് ക്യാപിറ്റലിസ്റ്റാണ്. ഞാൻ അങ്ങനെ എക്സ്പ്ലോയിറ്റേറ്റീവ് ക്യാപിറ്റലിസ്റ്റ് അല്ല. ഞാനൊരു എക്സ്പ്ലോയിറ്റേറ്റീവ് ബിസിനസ് ഞാൻ അതിൽ ബിലീവ് ചെയ്യില്ല. അതിനെ നിങ്ങൾ കോൺഫ്ലേറ്റ് ചെയ്യരുത് വിത്ത് ലെഫ്റ്റിസ്റ്റ്. ലെഫ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു കേക്ക് എക്സ്പാൻഡ് ചെയ്യാണ്ട് അതേ കേക്കിനെ ഒരു 10,000 സ്ലൈസ് ചെറിയ സ്ലൈസ് ആക്കിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അവരുടെ ഐഡിയോളജി. എൻ്റെ ഐഡിയോളജി നമ്മൾ ആ കേക്കിന് സൈസ് എക്സ്പാൻഡ് ചെയ്യുക, എല്ലാവർക്കും ഒരു സൈസ് കിട്ടണം. ഇത് അവരുടെ ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജി ഒരു കേക്ക്
കിട്ടിയ ആൾക്കാർക്ക് കിട്ടുക, മറ്റവർക്കെല്ലാം ചെറിയ ചെറിയ പീസസ് കിട്ടുക, അതല്ല എൻ്റെ ഔട്ട്ലുക്ക്. എനിക്കൊരു വളരെ കോൺഫിഡൻറ്റ് തിരുവനന്തപുരം ഒരു റിയലി റോബസ്റ്റ് എക്കോണമി ആക്കി ട്രാൻസ്ഫോം ആവാൻ ഒരു നല്ല ചാൻസ്. അതിനുള്ള കൃത്യമായ വിഷനുണ്ട്, മിഷനുണ്ട്, കേപ്പബിലിറ്റീസ് ഉണ്ട്, ധൈര്യമുണ്ട്. എൻ്റെ ഒരു ലീഡറും ഉണ്ട് ഡൽഹിയിൽ, പ്രൈം മിനിസ്റ്റർ 3ാം ടേമിലാവുന്നത്. അദ്ദേഹത്തിനൊരു കമ്മിറ്റ്മെൻറ്റും ഉണ്ട് ഇവിടെ ട്രാൻസ്ഫോർമേഷൻ വരുത്തണം. സ്വന്തമായി ചാനലുള്ള സ്ഥാനാർത്ഥിയാണെന്നാണ് പറയുന്നത്. അത് എന്നോട് കുറേ എല്ലാം പറയും ആൾക്കാർ. ഇതിപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഒന്നുമല്ല പറയുന്നത്. ഞാൻ കർണാടകയിലാകുമ്പോൾ അതും പറയും, എനിക്ക് ബിസിനസ് ഇൻട്രസ്റ്റ് എന്നും പറയും, എനിക്ക് തെറിയും പറയും. ഞാനൊരു ഇന്നലെ ഞാൻ ഒരു CPM ലീഡറിൻ്റെ കൂടെ എൻ്റെ അടുത്ത് ജോയിൻറ്റ് വെഞ്ചർ ഉണ്ട്, അതും പറയും. അതെല്ലാം താങ്കളുടെ വാർത്തകളൊക്കെ അവർ നന്നായിട്ട് കൊടുക്കുന്നുണ്ടോ? ആയിക്കോട്ടെ, ഞാനിതിന് എൻ്റെ ട്രാക്ക് ഞാൻ ചേഞ്ച് ചെയ്യില്ല, അതിലൊന്നും ഇടപെടില്ല അല്ലേ? അല്ല, പറയുന്ന ആൾക്കാർ പറയട്ടെ. ചാനൽ കാര്യങ്ങളിലൊക്കെ ഞാൻ ഇടപെടില്ല. എനിക്ക് വളരെ റെസ്പെക്റ്റ് ഉണ്ട്. കേരള മീഡിയയിലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു വെരി ഡിഫറെൻ്റ് ആണ്. നമ്മൾ വേറെ സ്റ്റേറ്റിലെല്ലാം പോകുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള മീഡിയേൻ്റെ ആ ഒരു റെസ്പെക്റ്റും ആ ഒരു ഡിഗ്നിറ്റിയും എനിക്ക് വളരെ റെസ്പെക്റ്റ് ഉണ്ട്. അവരുടെ സെൽഫ് റെസ്പെക്റ്റൊന്നും ഞാൻ ഇൻ്റർവ്യൂ ചെയ്യില്ല. അത് ആരാണെങ്കിലും, അത് ഈ ചാനലാണോ താങ്കളുടെ ചാനലാണോ, എനിക്ക് ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിൻ്റെ റിലേഷൻ. എന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ എല്ലാവർക്കും ഫ്രീഡം ഉണ്ട്. ബട്ട് ആ ക്രിറ്റിസിസം ഒരു ഫെയർ ക്രിറ്റിസിസം ആവണം, ഫാക്ച്വൽ ക്രിറ്റിസിസം ആവണം. വേണ്ടാത്തവരൊന്നും പറഞ്ഞിട്ട് എന്നെ ക്രിട്ടിസൈസ് ചെയ്താൽ അതൊരു അജണ്ട ഡ്രിവൺ ആവാൻ പാടില്ല. അല്ല, അതൊന്നും നമ്മുടെ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മുടെ വിഷനുമായിട്ട് മുന്നോട്ട് പോകും. അതെ, ഞാൻ ഡിസ്ട്രാക്ട് ആവില്ല എന്ന് ഞാൻ ഇന്ന് ഒരു ഡെഫിനിറ്റ് ഒരു റിയേറ്ററേഷൻ പറയുന്നു. അത് EP ജയരാജനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാലോ, എൻ്റെ ബിസിനസ്സിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാലോ, എൻ്റെ പഴയ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി ഒന്നും എന്നെ ഡിസ്ട്രാക്ട് ചെയ്യില്ല. എൻ്റെ മിഷൻ തിരുവനന്തപുരത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകണം. ഇവിടെ ഒരു വികസനത്തിൻ്റെ ഒരു രാഷ്ട്രീയം കൊണ്ടുവരണം. പുരോഗതി എന്ന് പറഞ്ഞൊരു നെറേറ്റീവ് നമ്മൾ എല്ലാ കുട്ടികൾക്ക് അതാണ് അവർക്ക് വേണ്ടത്. ആ നെറേറ്റീവ് ഞാൻ എംബെഡ് ചെയ്യും. എന്നിട്ട് ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്തിന് നരേന്ദ്രമോദിജിൻ്റെ കൂടെ ഇരുന്ന് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാ വിജയാശംസകളും. താങ്കളുടെ പ്രതീക്ഷകൾ സഫലമാവട്ടെ. നമസ്കാരം.